ഹായ് മക്കളെ, ആൽക്കഹോൾ ഫീനോൾ ഈതർ എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് പിടിച്ചോ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മുടെ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആ ആപ്പിലെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നീറ്റ് ജെയ്ക്ക് CM അക്കാഡമിയിൽ കിഡിലൻ കോച്ചിങ് ഉണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാക്കി തരും. താല്പര്യമുള്ളവർ പോലും വേറെ വർത്താനൊന്നുമില്ല, ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്താൽ മതി. എടാ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാൻ. ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ഹൗ ഈസ് എത്തനോൾ കൺവേർട്ടഡ് ടു എത്തീൻ? എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH2 ആണ്. അതിനെ എത്തീനാക്കണം, CH2 ഡബിൾ ബോണ്ട് CH2. അതിനേതാണ് റിയേജൻറ്റ് യൂസ് ചെയ്യുക? മോനെ, ഇവിടെ നിന്ന് ആരാടാ പോയത്? OH. ഇവിടെ നിന്ന് ആരാ പോയത്? H. അങ്ങനെയല്ലേ അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തത്? OH ഉം H ഉം പോയിച്ചൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അതിന് യൂസ് ചെയ്യുന്ന ആൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. ടെമ്പറേച്ചർ വെരി ഇമ്പോർട്ടൻറ്റ്, 443 കെൽവിൻ. അപ്പോൾ കോൺസെൻട്രേറ്റ് H2SO4 അറ്റ് 443 കെൽവിൻ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ നടക്കും, ഈ റിയാക്ഷൻ കിട്ടും. വില്യംസൺ സിന്തസിസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ഈതർ ഉണ്ടാക്കാനുള്ള റിയാക്ഷനാണ് വില്യംസൺ സിന്തസിസ്. അപ്പോൾ ആ വില്യംസൺ സിന്തസിസിൽ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻറ്റ് ഒരു RON, സോഡിയം ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡും ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ഇതിലേതെങ്കിലും ഒന്ന് R' ആയിക്കോട്ടെ. ആവശ്യമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളെ ഒന്നിരിക്കൽ RON അല്ലെങ്കിൽ RX ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ അവരെന്ത് ചെയ്യാൻ, ഈ വില്യംസൺ സിന്തസിസിലെ ഈതർ ഉണ്ടാക്കാൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ടേർഷറി ബ്യൂട്ടൈൽ ഈതർ ആണെങ്കിൽ, എടാ ടേർഷറി ബ്യൂട്ടൈൽ ഈതർ എന്ന് പറഞ്ഞാൽ ഇവനല്ലേ എടാ ടേർഷറി ബ്യൂട്ടൈൽ. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെയാണ്, മറ്റേ ഭാഗത്ത് സാധാരണ ഒരു കാർബണമാണ് എങ്കിൽ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? എടാ മോനെ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ടേർഷറിയോ ബെൻസീൻ റിങ്ങോ ആണെങ്കിൽ ഓർക്കണേ, നിർബന്ധമായും അയാളെ RON ആക്കിയിട്ടെടുക്കൽ നിർബന്ധമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞത്? വൺ ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ടേർഷറിയോ ബെൻസീനിങ്ങോ ആണെങ്കിൽ അതിനെ RON ആക്കിയിട്ടെടുക്കൽ നിർബന്ധമാണ്. അല്ലാതെ എന്താക്കാൻ പറ്റില്ല? RX ആക്കാൻ പറ്റില്ല, RX ആക്കിയിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താക്കിയിട്ടെടുക്കണം? RON. അപ്പോൾ ഈ ഒരു ഭാഗത്തെ എങ്ങനെ ആക്കിയിട്ടെടുക്കണം? RX. അപ്പോൾ ഇത് RON ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? CH3 3 ടൈംസ് CON. ഇയാൾ ഇത് അപ്പുറത്താൾ RX CH3Br. ഇതാണ് പ്രിഫർ ചെയ്യേണ്ടത്, ഇത് പറ്റില്ല. ആ വില്യംസൺ സിന്തസിസിൽ നന്നായി ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റാണത്. എക്സ്പ്ലെയിൻ ദി ക്ലീവേജ് ഓഫ് CO ബോണ്ട് ഇൻ CH3 CH2O CH3 വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് HI. ഇത് HIയുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബോണ്ട് പൊട്ടും? ചെറിയ കാർബൺ ഗ്രൂപ്പുമായിട്ടുള്ള ബോണ്ടാണ് പൊട്ടുക. ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. അപ്പോൾ ഈ ബോണ്ടാണ് പൊട്ടുക. എന്നിട്ട് ഓക്സിജൻ ഉള്ള ഭാഗത്തേക്ക് H വരും, ഓക്സിജൻ ഇല്ലാത്ത ഭാഗത്തേക്ക് I വരും. സോ ഓക്സിജൻ ഉള്ള ഭാഗത്തേക്ക് H വന്നാൽ CH3 CH2OH, ഇല്ലാത്ത ഭാഗത്തേക്ക് I വന്നാൽ CH3I. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് നോക്കിയടാ, ഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഓക്കെ, നെയിം ദി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫീനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് NaOH. എടാ, ഫീനോളിലേക്ക് ക്ലോറോഫോമും NaOHും ആഡ് ചെയ്തു. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3, NaOHും ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാ? ഫീനോൾ ആട്ടോ, ബെൻസീനിൽ OH. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CHO വരും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡും NaOHുമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു COOH വരും. ഈ 2 റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പ്രൊഡക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ്റെ പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ പേര് പറ. ഇവൻ്റെ പേര് സാലിസിൽ ആൽഡിഹൈഡ്, ഇവൻ്റെ പേര് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് കിട്ടാൻ കാർബൺ ഡൈ ഓക്സൈഡും NaOHും, ആൽഡിഹൈഡ് കിട്ടാൻ ക്ലോറോഫോമും NaOHും. എടാ, ക്ലോറോഫോമും NaOHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സാലിസിൽ ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷൻ്റെ പേരാണ് റൈമർ ടീമാൻ റിയാക്ഷൻ. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കോൾബ്സ് റിയാക്ഷൻ. ഏത്? സാലിസിലിക് ആസിഡ് കിട്ടുന്ന റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. നെയിം ദി എബവ് റിയാക്ഷൻ, റൈമർ ടീമാൻ റിയാക്ഷൻ. വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3? ഇതാണ് ഫീനോൾ. ഫീനോള് കോൺസെൻട്രേറ്റഡ് HNO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഡൈല്യൂട്ട് HNO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷനാണ്, പഠിക്കണം. കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ ഫീനോളിൻ്റെ എല്ലാ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനുകളിലും NO2 വരും. ഇതാണ് പ്രൊഡക്റ്റ്. എന്നാൽ ഡൈല്യൂട്ട് HNO3 ആണെങ്കിൽ ഒന്നിരിക്കൽ ഓർത്തോ, ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ NO2 വരും, അല്ലെങ്കിൽ പാരയിൽ വരും. ഓക്കെ അല്ലേ മോനെ? അടുത്ത ഇതിപ്പോൾ അവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും നാളെ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് തന്ത പറഞ്ഞില്ല എന്ന് പറയണ്ട, എഴുതിക്കോ. റൈറ്റ് ദി സ്ട്രക്ചർ ആൻഡ് IUPAC നെയിം ഓഫ് ദി എബവ് പ്രൊഡക്റ്റ്. ഇതാണ് സ്ട്രക്ചർ. അയാളുടെ IUPAC നെയിം എന്താ വരിക? 2,4,6 ട്രൈനൈട്രോഫീനോൾ. ട്രൈനൈട്രോഫീനോൾ.
ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് പിക്രിക് ആസിഡ്. കേട്ടിട്ടുണ്ടാവും, പിക്രിക് ആസിഡ് എന്നാണ് അതിനെ ഷോർട്ടാക്കിയിട്ട് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര്. അടുത്ത് നോക്കിയടാ, മിക്സർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ഹൈഡ്രസ് ZnCl2 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിയേജൻറ്റ് വിച്ച് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. കറക്റ്റ്. ഗിവ് ദി നെയിം ഓഫ് ദി എബവ് റിയേജൻറ്റ്. ആൻഹൈഡ്രസ് LCl2 ആൻഡ് HCl മിക്സറിൻ്റെ പേരെന്താ? ലൂക്കാസ് റിയേജൻറ്റ് എന്നാണ്. എങ്ങനെയാണ് ലൂക്കാസ് റിയേജൻറ്റ് വെച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകളെ തമ്മിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എടാ, ടെർഷ്യറി ആൽക്കഹോളിലേക്ക് ലൂക്കാസ് റിയേജൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയേറ്റ് ടെർബിഡിറ്റി കിട്ടും. ഇമ്മീഡിയേറ്റ് ടെർബിഡിറ്റി, ആ മൊമെൻറ്റിൽ തന്നെ ടെർബിഡിറ്റി ഫോം ചെയ്യും. ടെർബിഡിറ്റി എന്ന് പറഞ്ഞാൽ കലങ്ങുക, അവിടെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. സെക്കൻഡറി ആൽക്കഹോളിലേക്കാണെങ്കിൽ ടെർബിഡിറ്റി ആഫ്റ്റർ സം ടൈം, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ടെർബിഡിറ്റി ഉണ്ടാവുക. പ്രൈമറി ആൽക്കഹോളിലേക്കാണ് യൂസ് ചെയ്യുമെങ്കിൽ ദർ ഈസ് നോ ടെർബിഡിറ്റി, അവിടെ ടെർബിഡിറ്റി ഉണ്ടാവില്ല. ഇതിൻ്റെ റീസണും കൂടി അവിടെ നിന്ന് എഴുതി വെച്ചോ. ബിക്കോസ് ഇൻ ദിസ് റിയാക്ഷൻ ദി ഇൻ്റർമീഡിയേറ്റ് ഈസ് കാർബോകാറ്റയോൺ. ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതെന്തുകൊണ്ടാണ്? ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആകുന്ന എല്ലാ റിയാക്ഷനിലും ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അതുകൊണ്ട് ടെർഷ്യറി ആൽക്കഹോളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർബിഡിറ്റി കിട്ടും. ക്ലിയർ അല്ലേ കുഞ്ഞെ? റൈറ്റ് ദി നെയിം ഓർ സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട്സ് A and B ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻസ്. ദാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ദിസ് ഇസ് ഫീനോൾ. ഇത് നമ്മൾ പഠിപ്പിച്ച സാധനം. ഫീനോളിലേക്ക് ക്ലോറോഫോം NOH വന്നാൽ സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാവും, അത് സാലിസിലിക് ആസിഡ് ആയിരിക്കും. ഇത് റൈമർ-ടിമൻ റിയാക്ഷൻ, അത് കോൾബ്സ് റിയാക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. മെത്തനോൾ ആൻഡ് എത്തനോൾ ആർ ടു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ. റൈറ്റ് വൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആൻഡ് എത്തനോൾ. മെത്തനോൾ എങ്ങനെ ഉണ്ടാക്കുക? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂട്ടിച്ചേർത്താൽ മെത്തനോൾ കിട്ടും, CH3OH. ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു 2 കൊടുത്താൽ മതി. അതിന് ഇമ്പോർട്ടൻ്റ് ആയൊരു കാറ്റലിസ്റ്റ് ഉണ്ട്, CrO3 ZnO കപ്പിൾ വേണം. ആ ഒരു കാറ്റലിസ്റ്റ് അവിടെ വേണം. ഇനി എത്തനോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്കറിയാം. എത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുക? ആദ്യം സൂക്രോസ് എടുക്കുക, ആ സൂക്രോസിലേക്ക് ഇൻവെർട്ടേസ് ഉപയോഗിക്കുക, അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. അതിലേക്ക് സൈമേസ് യൂസ് ചെയ്യുക. ഇതൊക്കെ വളരെ ഫേമസ് റിയാക്ഷനാണ്. അപ്പോൾ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. നെക്സ്റ്റ്, ക്യുമീനിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ, റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ക്യുമീൻ. ക്യുമീൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ഇതാണ് ക്യുമീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ബെൻസീൻ റിങ്ങിൽ CH3 ആണ് ക്യുമീൻ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ കഴിഞ്ഞു. പക്ഷേ ആ റിയാക്ഷൻ കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ആദ്യം ക്യുമീനിലേക്ക് ഓക്സിജൻ, എയർ കൊടുക്കുക, അഥവാ ഓക്സിഡേഷൻ നടത്തുക. അപ്പോൾ ഈ ക്യുമീനിലെ ഇവിടെ ഒരു COO 2 ഓക്സിജൻ എക്സ്ട്രാ വരും. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും, CH3 CH3. ഇതല്ലടാ ക്യുമീൻ, CH3 CH3. ആ സിക്കും എച്ചിനും ഇടയിൽ 2 O വരും. ആൻഡ് ദിസ് ഈസ് ദി ഇൻ്റർമീഡിയറ്റ് ഫോം വിച്ച് ഇസ് കോൾഡ് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്നാണ് പേര്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം അവിടെ നിന്ന് പോരും. അത്രയും ഭാഗം പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീനോൾ കിട്ടും. ഇതാണ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യുമീൻ്റെ പ്രിപ്പറേഷൻ. ഫീനോൾ കിട്ടും. ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്താണെന്ന് നോക്കിയേ, CH3COCH3 അഥവാ അസറ്റോണാണ്. അപ്പോൾ അസറ്റോൺ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടും. ഹൗ വാസ് ദി ഫോളോയിങ് കൺവേർഷൻസ് ക്യാരിഡ് ഔട്ട് റെപ്രസെൻറ്റ് ദി കെമിക്കൽ റിയാക്ഷൻ? ഫീനോളിന് എങ്ങനെ പിക്രിക് ആസിഡ് ആക്കുക? ഞാനിപ്പോൾ പറഞ്ഞു, കോൺസെൻട്രേറ്റ് ചിഹ്നത്തിൽ ഇട്ടാൽ മതി. ഫീനോളിന് എങ്ങനെ ബെൻസീൻ ആക്കുക? ഫീനോളിലേക്ക് സിങ്ക് ഉപയോഗിച്ചാൽ മതി. സിങ്ക് ഓക്സിജനും കൊണ്ടുപോകും, ബെൻസീൻ ബാക്കിയാകും. വളരെ ഫേമസ് റിയാക്ഷനാണ്. ഫീനോളിലേക്ക് എങ്ങനെ ട്രൈബ്രോമോ ഫീനോൾ ആവുക? ഫീനോളിലേക്ക് ട്രൈബ്രോമോ ഫീനോൾ ആവണമെങ്കിൽ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഫീനോളിൻ്റെ എല്ലാ പൊസിഷനിലും, എല്ലാ ഓർത്തോയിലും പാരയിലും എല്ലാം ബ്രോമിൻ കയറി മേഞ്ഞോളും. ഇനി ഇതേ സാധനത്തിൽ നിങ്ങൾക്ക് ഒരു ബ്രോമിൻ മാത്രം മതിയെങ്കിൽ നിങ്ങളവിടെ ബ്രോമിൻ ബാർ CS2 യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തോയിലോ അല്ലെങ്കിൽ പാരയിലോ മാത്രമായിട്ട് നിങ്ങൾക്ക് ബ്രോമിൻ കിട്ടും. ഹൗ വിൽ യു പ്രിപ്പയർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? എടാ, ഇതാണ് അതിൻ്റെ അടിസ്ഥാനം, പഠിച്ചു വെച്ചോട്ടാ. ഇതാരാ? ഫോർമാൽഡിഹൈഡ്. ഇതാരാ? അതർ ആൽഡിഹൈഡ്. ഇതാരാ? കീറ്റോൺ. പഠിക്കണേ. ഫോർമാൽഡിഹൈഡിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്ത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അതർ ആൽഡിഹൈഡിലേക്ക് യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കീറ്റോണിലേക്ക് യൂസ് ചെയ്താൽ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. മരിച്ചാലും മറക്കരുത്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഇത് തിരിച്ചു പറയുക. പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കൂടെ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുക.
സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കൂടെ അതർ ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് ഇവിടെ പറഞ്ഞല്ലോ, അതല്ലാത്ത ഏതെങ്കിലും ആൽഡിഹൈഡ് യൂസ് ചെയ്യുക. ടെർഷറി ആൽക്കഹോൾ ഉണ്ടാക്കാൻ കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും യൂസ് ചെയ്യുക. റൈറ്റ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫീനോൾ ആൻഡ് ആൽക്കഹോൾ. എടാ ഫീനോളിലേക്ക് നമ്മൾ NaOH ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഫീനോളിൽ ONA എന്നുണ്ടാകും, ഇവിടെ വാട്ടറും ഉണ്ടാകും. ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OH പോകും, വാട്ടർ ഉണ്ടാകും. അങ്ങനെ നമുക്കിവിടെ ഒരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് കിട്ടും. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട്, സോഡിയം ഫിനോക്സൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ട് കിട്ടും. എന്നാൽ ആൽക്കഹോളിലേക്ക് ROHലേക്ക് NaOH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ആൽക്കഹോൾ വീക്ക് ആസിഡിക് ആയതുകൊണ്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഫീനോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആസിഡിക് ആയതുകൊണ്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ സൊല്യൂബിൾ സോൾട്ട് കിട്ടും. അങ്ങനെ കയ്യിലുള്ളത് ആൽക്കഹോളാണോ ഫീനോളാണോ എന്ന് അറിയാൻ എനിക്ക് കുറച്ച് ബേസ് ഒഴിച്ച് നോക്കിയാൽ മതി. വാട്ടർ സൊല്യൂബിൾ സോൾട്ട് കിട്ടുകയാണെങ്കിൽ ഫീനോളാണ്, ഇല്ലെങ്കിൽ അത് ആൽക്കഹോളാണ്. ഫീനോളിലേക്ക് ഡൈലൂട്ട് HNO3 കോൺസെൻട്രേറ്റ് HNO3 ഉള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ്. വില്യംസൺ സിന്തസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? സോഡിയം ആൽക്കോക്സൈഡും ആൽക്കിൽ ഹാലൈഡും റിയാക്ട് ചെയ്ത് ഇതർ ഉണ്ടാക്കുക. എസ്റ്ററിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ ചാപ്റ്ററിൽ നിന്നും ആൽഡിഹൈഡ് കീറ്റോൺ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ സിമ്പിളാണ്. ആൽക്കഹോൾസ് ഞാൻ ഇനി പറയുന്ന ആരെങ്കിലുമായിട്ട് കാർബോക്സിലിക് ആസിഡ്, ആസിഡ് അൻഹൈഡ്രൈഡ്, അതുപോലെ ആസിഡ് ക്ലോറൈഡ്, 3 പേര് പഠിച്ചോളണേ. ഇവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ കിട്ടും. അപ്പോൾ ഇങ്ങനെ പറയാം, ശരിക്കും പഠിച്ചോ, ഡയലോഗ് തന്നെ പഠിച്ചോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഓർ ആസിഡ് ക്ലോറൈഡ് ഓർ ആസിഡ് അൻഹൈഡ്രൈഡ് ടു ഗീവ് എസ്റ്റർ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ. എങ്ങനെയാ? ആൽക്കഹോൾസ് ROH റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് RCOOH. ഏതെങ്കിലും ഒരാൾ എക്സാമ്പിൾ കാണിക്കുക. അപ്പോൾ ഇവിടുന്ന് എച്ചും ഇവിടുന്ന് OH കൊണ്ട് പോകും. അപ്പോൾ എന്ത് കിട്ടും? ROCOR എന്നിങ്ങനെ കിട്ടും. ROCOR. എടാ RCOOR ഇവനാണ് ആര്? എസ്റ്റർ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? എസ്റ്റർ കിട്ടുന്നുണ്ട്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ. എടാ ഒന്നുകൂടെ ഡയലോഗ് ഒന്ന് കേട്ടെ. ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് carboxylic acids, acid anhydrides or acid chloride to give ester. This reaction is called esterification. Arrange the following compounds in the order of increasing order of boiling point. എത്തനോളിൽ 2 കാർബൺ, പ്രൊപ്പനോളിൽ 3 കാർബൺ, ബ്യൂട്ടൻ 1-ഓളിൽ 4 കാർബൺ, ബ്യൂട്ടൻ 2-ഓളിൽ 4 കാർബൺ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാർബണിൻ്റെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. സോ 4 കാർബൺ ഇങ്ങനെ വന്നിട്ട് ഇവിടെ OH, 4 കാർബൺ ഇങ്ങനെ വന്നിട്ട് ഇവിടെ OH. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ബ്രാഞ്ചായി നിൽക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. സോ ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. ബ്യൂട്ടൻ 1-ഓൾ എഴുതാനുള്ള സൗകര്യത്തിൽ ഞാനിത് ABCD എന്നാക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് സിക്കാണ്, കാരണം അതിൽ ബ്രാഞ്ച് ഇല്ല. പിന്നെ ഡിക്കാണ്, കാരണം അതിലൊരു ചെറിയ ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ച് പോലെ OH നിൽക്കുന്നുണ്ട്. പിന്നെ 3 കാർബൺ ഉള്ള ആൾ ബി, പിന്നെ 2 കാർബൺ ഉള്ള ആൾ എ. കാർബണിൻ്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റും കൂടും. എടാ ഫീനോളിൻ്റെ ഓക്സിഡേഷനാണിത്. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. സോഡിയം ഡൈക്രോമേറ്റുമായിട്ട് ഫീനോൾ റിയാക്ട് ചെയ്താൽ അവിടെ ഫീനോളിന് ഓക്സിഡേഷൻ നടക്കും. ദാ ബെൻസോക്യുനോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ബെൻസോക്യുനോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതാണ് ഫീനോളിൻ്റെ ഓക്സിഡേഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഹൗ ആർ ദി ഫോളോയിങ് കൺവേർഷൻസ് ക്യാരിഡ് ഔട്ട്? പ്രൊപ്പീനിനെ പ്രൊപ്പൻ 2-ഓൾ ആക്കുന്നത് എങ്ങനെ? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ 3 കാർബണിൽ ഡബിൾ ബോണ്ട്, അതിനെ പ്രൊപ്പൻ 2-ഓൾ ആക്കൽ എങ്ങനെയാ? ഇവിടെ OH വരണമെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ OHഉം Hഉം ആഡ് ചെയ്യും. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ. മറക്കാതെ പഠിക്കണേ, അതൊക്കെ അവിടെ എഴുതിക്കോളണേ. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എത്തനാലിനെ എത്തനോൾ ആക്കൽ എങ്ങനെ? എത്തനാൽ എന്ന് പറഞ്ഞാൽ ആരാ? 2 കാർബണിൽ CHO. എത്തനോൾ എന്ന് പറഞ്ഞാൽ 2 കാർബണിൽ OH. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്തായി മാറി? ആൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോളായി മാറി. അപ്പോൾ അവിടെ നടക്കുന്നത് റിഡക്ഷനാണ്. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്താൻ ആർക്കൊക്കെ പറ്റും? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും, അല്ലെങ്കിൽ നിക്കൽ പലേഡിയം പ്ലാറ്റിനത്തിന് പറ്റും. ഏതെങ്കിലും വേണമെങ്കിൽ എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. ഗ്ലൂക്കോസിനെ എത്തനോളാക്കുന്ന എൻസൈം ഏതാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അത് ആരാണ്? സൈമേസ് ആണ്. എന്താണ് ആസ്പിരിൻ? ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെങ്ങനെ ഉണ്ടാക്കുക? എടാ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആസ്പിരിൻ. ബെൻസീൻ റിങ്ങിൽ ഒരു COOH, ഇവിടെ C, ഇവിടെ ശ്രദ്ധിച്ചോ OCOCH3. ഇതാണ് ആസ്പിരിൻ. ഇതിൻ്റെ പേര് എടാ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്.
അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. അപ്പോൾ ആസ്പിരിൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ അതാണ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ്. എങ്ങനെയാണ് ആസ്പിരിൻ സാലിസിലിക് ആസിഡിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സാലിസിലിക് ആസിഡ് ആരാന്ന് അറിയണം. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COH അടുത്തടുത്ത് വരലല്ലേടാ. ഇവിടുന്ന് ഈ എച്ച് ഇങ്ങോട്ട് പോയിട്ട് പകരം ഒരു COCH3 ഇങ്ങോട്ട് കയറി വരലല്ലേ ഇത്. അപ്പോൾ ആ COCH3 ഉള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉപയോഗിച്ചാൽ മതി, CH3COCl. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ എച്ചും പോകും, ഈ CLും കൊണ്ട് പോകും. എന്നിട്ട് ഈ COCH3 ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. ആൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് ആസിഡ് ക്ലോറൈഡ്, ആസിഡ് അൻഹൈഡ്രൈഡ്, കാർബോക്സിലിക് ആസിഡ് ടു ഗീവ് എസ്റ്റർ. അങ്ങനെ കിട്ടുന്ന സാലിസിലിക് ആസിഡിന് എസ്റ്ററിഫിക്കേഷൻ നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ്പിരിൻ. എന്താണ് വുഡ് സ്പിരിറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മെത്തനോൾ. മെത്തനോളിൻ്റെ പേരാണ് വുഡ് സ്പിരിറ്റ്. കൂട്ടത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഡീനാച്ചുറേഷൻ കൂടി ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ടേ. എത്തനോൾ എന്ന് പറഞ്ഞാൽ മദ്യമാണല്ലോ, അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ അതിലേക്ക് മെത്തനോളും കോപ്പർ സൾഫേറ്റും പിരിഡിനും ആഡ് ചെയ്യുന്ന പരിപാടിയാണ് ഡീനാച്ചുറേഷൻ. അപ്പോൾ എന്താണ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ മിക്സർ ഓഫ് എത്തനോൾ, മെത്തനോൾ, CuSO4, പിരിഡിൻ. ഈ മിക്സറിനെയാണ് നമ്മൾ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പേര് വിളിക്കുക. ഇത്രയേ ഉള്ളൂ ആൽക്കഹോൾ ഫിനോൾ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. പിന്നെ കാണാം. താങ്ക് യു.